Hello guys, I'm here with Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടില്ല, വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ. അപ്പോൾ നാളെ അപ്ഡേറ്റ് ഉണ്ട്. എന്താണ് നാളെ വരാൻ പോകുന്നതെന്നും നാളെ എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ടോയെന്നും പറയാനും വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കണമെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് ഷോർട്ട് വീഡിയോ ആണ്. 15 മിനിറ്റ് 20 മിനിറ്റ് 22 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 5 മിനിറ്റിൽ പറയാനുള്ളതൊക്കെ തീരും. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. മെയിനായിട്ട് പറയാനുള്ള കാര്യമാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്. എ ന്യൂ കൊളാബറേഷൻ എനിക്ക് തൊള്ളക്കുള്ള വീട് ഗൈസ്. കൊളാബറേഷൻ ഈസ് കമ്മിങ് സൂൺ. മീൻസ് നാളെ സ്റ്റാർട്ടിങ് April 13th. ഇന്നത്തെ തീയതി നോക്കിക്കോളി, 29 April. അപ്പോൾ 29 തീയതി ആണ് ഇന്ന്. അപ്പോൾ നാളെ 30 തീയതി ഒരു കൊളാബറേഷൻ ഉണ്ട്. ആ കൊളാബറേഷൻ ആരായിട്ടാണെന്നുള്ളത് കിട്ടിയിട്ടുള്ളത് നറൂട്ടോൻ്റെ ടീമിൻ്റെ ഒപ്പമാണ്. നറൂട്ടോൻ്റെ ഒപ്പമാണ് അറിഞ്ഞിട്ടുള്ളത്. കൊളാബറേഷൻ ഇവരൊപ്പമാണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇവരൊപ്പമാണ്, നറൂട്ടോൻ്റെ ഒപ്പമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നാളെ ഈ പാക്ക് പോകും. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ നല്ല ഈ ഒരു കോച്ച് എന്താ പറയുക, കാപ്പലോൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. വേണ്ടവരുണ്ടെങ്കിൽ ഇന്ന് എടുക്കുക, നാളെ ഗോൺ, ദിസ് പാക്ക് വിൽ ഗോൺ. പിന്നെ ഇതേമാതിരി നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും നാളെ പോവും. വേണ്ടവരുണ്ടെങ്കിൽ ഇവിടെ എടുക്കുക. ഇസാക്ക് കുഞ്ഞൊക്കെ നല്ല കളിയാണ്. വേണ്ടവരാണെങ്കിൽ എപ്പോൾ എടുത്താൽ കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞു. പാക്ക് പോകുന്ന വരെ ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ട് വരും. ഇതാ നാളെ പോവും. നാളെ 7 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എടുക്കാം. ഓക്കെ. പിന്നെ ഇതാ നറൂട്ടോ ഷിപ്പുഡൻ ഓരോപ്പാണ്. കൊണാമി ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് MS ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് തന്നെ നോക്കാം നറൂട്ടോടൊപ്പം തന്നെ ആവോ ഇവരെ കൊളാബറേഷൻ വരുന്നത്, അതോ നറൂട്ടോൻ്റെ ഒപ്പം അല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാനേ പറ്റുള്ളൂ. കൊണാമിയാണ്, നമ്മൾ വിചാരിച്ച മാതിരിയല്ല. നമുക്ക് നോക്കാം എന്താ പറയുക, ആ നെയ്മറൊക്കെ ചെയ്യാം. ഇതിൻ്റെ തൊള്ള ചൂണ്ടിട്ട് അതുകൊണ്ടാണ് എമ്മൻ്റെ അവിടെ നിന്ന് അതുകൊണ്ട് എപ്പോഴാണ് അപ്ലോഡായി കഴിയാറില്ല. കുറച്ച് ടൈം എടുക്കുമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ സമയം 7 ആണെങ്കിലും അപ്ലോഡായി തീരുമ്പോഴത്തേനും ഒരു 9 ആവും ചിലപ്പോൾ. എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 9 കഴിയും. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ കൊല്ലം തുടങ്ങിയവർക്ക് ഒന്നുമല്ല, ആദ്യം തുടങ്ങിയവർക്കൊക്കെ അറിയണ്ടാവും എന്ത് നറൂട്ടോനായിട്ടുള്ളത് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലാന്ന്. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാനേ പറ്റുള്ളൂ. പിന്നെ നെയ്മറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താ പറയുക, ആദ്യം പിറ്റേന്ന് എല്ലാവരും പറഞ്ഞു ഈ ബാക്ക് വരും, മറ്റേ ബാക്ക് വരും. എല്ലാവരും പറ്റിച്ചുകൊണ്ട് കൊണാമി കൊടുക്കുന്നത് എന്താ നെയ്മറിനാണ്. അതാ പറഞ്ഞ കൊണാമി നമുക്ക് വിശ്വസിക്കാനൊക്കെ പറ്റും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൊണാമി നമ്മൾ വിചാരിച്ച കൊണാമി ഈസ് അൺപ്രഡിക്റ്റബിൾ. മനസ്സിലായോ? കൊണാമി ഈസ് അൺപ്രഡിക്റ്റബിൾ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പാക്ക് ഇങ്ങനത്തെ രീതിയിലാവും വരാൻ പോകുന്നത്. വരാനുണ്ടില്ല.
ഇതാ ലാമിയമാൽ നെയ്മർ മെസ്സിയാണ് അതിനുള്ള ഓപ്ഷൻസ്. അല്ലാതെ ചിലപ്പോൾ ഈ പാക്കനെ കൊണ്ടുവിട്ടാൽ പറയാൻ പറ്റില്ല. ഈസ് അൺപ്രഡിക്റ്റബിൾ. അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. നമ്മൾ ഈ പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നതാണ്. എപ്പിക് നാഷണൽ ഫീറ്റിൻ്റെ റൂട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ലാമിയമാൽ ബ്ലിറ്റ്സ് കേളർ പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ്. അതേ സ്കില്ലോടുകൂടി ലയണൽ മെസ്സിയും. നെയ്മർ വരുന്ന മൊമെൻ്റം ഡ്രിബ്ലിങ് പ്ലസ് ഫിനോമിനൽ പാസ് ഒന്നാകത്തും. പിന്നെ നോക്കുകയാണെങ്കിൽ വരാനുള്ള സാധ്യതയുള്ള പാക്കാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് വരുന്നത്. വന്നാൽ പൊടിക്കും. ഇല്ലാത്ത കോയം കറക്കിയിട്ടാണ് ഇനി വേറെ പൈസ എന്തായാലും പൊട്ടിക്കൂല. അന്ന് ഏതൊക്കെ കോയം കിട്ടണം അതൊക്കെ വെച്ച് കറക്കിയെടുക്കും. ഈ പാക്കും വന്നവർ ഞാൻ ഉറപ്പായിട്ടും കറക്കും. എന്താ പറയുക, അത്രക്കും ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞ നെയ്മർ ആക്സലറേഷൻ ബസ്റ്റും ഫിനോമിനൽ പാസും. അതുപോലെ സ്റ്റാൻഡോസ് നെയ്മറാണ്. മൊമെൻ്റം ഡ്രിബ്ലിങ്ങും ആക്സലറേഷൻ ബസ്റ്റും റോബിഞ്ഞോ. പെലെ വിൽ പവർ പ്ലസ് വിഷണറി പാസ് പോരെ. 4 കുട്ടികളിലൊക്കെ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ പ്ലെയർ ഓഫ് ദി പ്രഡിക്ഷൻസ്. ഇതോടെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കൂട്ടാം. കെവിൻ ഡിബ്രൂനെ മെയിനായിട്ട് സാധ്യതയുള്ള ഒരുത്തനാണ് കെവിൻ ഡിബ്രൂനെ. നാപ്പോളിക്ക് വേണ്ടി 1 ഗോളും 1 അസിസ്റ്റും നൽകിയിട്ടുണ്ട്. പിന്നെ എസ്സെ നോക്കുകയാണെങ്കിൽ ആർസനലിന് വേണ്ടി 1 ഗോൾ നേടിയിട്ടുണ്ട്. ഒസിമൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഗാലാസെഡ്രിക്ക് വേണ്ടി 1 ഗോൾ നേടിയിട്ടുണ്ട്. പിന്നെ റാമി ബൻസബനി 1 ഗോളും 1 അസിസ്റ്റും. ലീ കാങ്ങിനും 1 ഗോളും 1 അസിസ്റ്റും. ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ എല്ലാവരും കണ്ടെന്നാണ് വിചാരിക്കുന്നു. പകരക്കാരനായി വന്നൊരു 1.5 ഗോൾ അടിച്ച ആളാണ് ഫെർമിൻ ലോപ്പസ്. പിന്നെ കസമീറോ 1 ഗോൾ അടിച്ചിട്ടുണ്ട്. സൊർലോത്ത് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. റോബർട്ട്സൺ 1 ഗോൾ. പിന്നെ സിയാസുക്കി കീപ്പർ 3 സേവാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഡൗട്ട് ഇവരൊക്കെ റേറ്റിംഗ് കൂടുതൽ 1 ഗോളൊക്കെ അടിച്ചിട്ട് ഈ ലാസ്റ്റ് നോക്കി ഒരു പച്ച ബൂസ്റ്റർ വെച്ച് കൊടുന്നൂടെ എക്കണോമിക്ക് 2 ഗോളും 2 അസിസ്റ്റും ഉണ്ട്. പച്ച ബൂസ്റ്റർ വെച്ച് കൊടുക്കുന്നതിനാണെങ്കിൽ നല്ലതേനു എൻ്റെ ഓർത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടുക. എനിക്ക് തോന്നുന്നു ഈ 2 പാക്ക് വരില്ല എന്നാണ്. വന്നാൽ എന്തായാലും ഇല്ലാത്ത കോൺ കൊടുത്ത് എല്ലാവരും കറക്കും. പിന്നെ റിവാർഡ്സ് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട, വരാൻ പോകണില്ല. റിവാർഡ്സ് കിട്ടാൻ പോകണില്ല ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോകണേ. ടാറ്റാ.